ഹായ് ഗേസ്, നമുക്കിന്നൊരു ചൂര മീനാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മളിന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നമ്മളിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാൻ കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാൻ. ഇതിലോട്ട് കറിവേപ്പില ഇടത്തില്ല. നമ്മൾ പൊരിക്കാൻ നേരത്താണ് നമ്മൾ കറിവേപ്പില ഇതിലോട്ട് ഉപയോഗിക്കാറുള്ളത്. ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനൊന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇതൊരു 2 മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്താണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. എണ്ണ ചൂടാവുമ്പോഴാണ് ഇട്ട് കൊടുക്കാറ്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടാകണം. അപ്പോഴത്തേക്കും ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൊരിഞ്ഞ് വരണം. കറിവേപ്പില ഇടുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അടിയിൽ പിടിക്കത്തില്ല, മീൻ അടിയിൽ പിടിക്കത്തില്ല. ഇവിടെ നല്ല മൊരിച്ചെടുക്കുന്നതാണ് മീനിന് എല്ലാവർക്കും ഇഷ്ടം. കറിവേപ്പില നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ കിട്ടിയിരിക്കുന്ന ചൂര മീനാണ് കേട്ടോ. ചൂരയുടെ ചെറുത്, പൊള്ളൽ ചൂര എന്ന് പറയും. ഞങ്ങളത് മീൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞു. മീൻ നമുക്ക് ഓരോ കഷ്ണമായിട്ട് ഓരോ സൈഡിലായിട്ട് വച്ച് കൊടുക്കണം. കറിവേപ്പിലയുടെ പുറത്തായ അത്രയും നന്ന്. നമ്മളിപ്പോൾ പാനിൽ എത്രയാണോ നിൽക്കാൻ പറ്റുന്നത് ആ രീതിക്ക് നമ്മളത് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെയ്യണം. വളരെ ടേസ്റ്റാണ്. ഇതിൽ വേറെ ഒന്നും ചേർത്തില്ല, മസാലയോ ഒന്നും ചേരത്തില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രമാണ്. കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലോണം മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചെടുക്കണം. ഇവിടെ കുറച്ച് മുരിച്ചെടുക്കുന്നതാണ് ഇവിടെ ഇഷ്ടം. അതുകൊണ്ട് കുറച്ച് ഞാൻ മുരിച്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ താല്പര്യം പോലെ മുരിച്ച് വേണോ പകുതി വേവിലാണോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ചെയ്യുന്നതാണ് വളരെ ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി നാളെ കാണാം.